തിരിഞ്ഞിരുന്നെങ്കിൽ ഓ ആദ്യ ദിനത്തിലെ സഫാരി ആരംഭിക്കുകയാണോ? 4 മണിക്കൂർ നീളുന്ന 2 സഫാരിയാണ് ഒരു ദിവസം ഉണ്ടാവുക. രാവിലെ 6 മണിക്കും ഉച്ചയ്ക്ക് 2:30ക്കും. സഫാരി സമയം സീസൺ അനുസരിച്ച് അരമണിക്കൂർ വൈകിയോ നേരത്തെയോ ആയി മാറാറുണ്ട്. തഡോബ എന്താണെന്നും എവിടെയാണെന്നും തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ മുൻപ് നടത്തിയ യാത്രയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് എൻ്റെ 3ാമത്തെ തഡോബ യാത്രയാണ്. മുൻപ് 2 തവണ വന്നപ്പോഴും കണ്ട കാഴ്ചകളും വിവരങ്ങളും ചാനലിൽ കാണാവുന്നതാണ്. എങ്കിലും ഒന്ന് ചുരുക്കി പറയാം. ടൈഗർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്തുള്ള ചന്ദ്രാപൂരിലാണ് തഡോബ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ പഴക്കം ചെന്നതും ഏറ്റവും വലുതുമായ ടൈഗർ റിസർവാണ് തഡോബ അന്ധേരി ടൈഗർ റിസർവ്. 6 കോർ സോൺ ഗേറ്റുകളും 14 ബഫർ സോൺ ഗേറ്റുകളും ഉൾപ്പെടെ 20 ഗേറ്റുകളാണ് തഡോബയിലുള്ളത്. ഇതിൽ മൊഹാർലി റേഞ്ചിലെ ബഫർ സോണിലും കോർ സോണിലുമാണ് നമ്മുടെ സഫാരികൾ നടക്കുന്നത്. ബഫർ സോണിലെ ജുനോന ഗേറ്റിലാണ് നമ്മുടെ ആദ്യ സഫാരി. കൃത്യം 6 മണിക്ക് തന്നെ സഫാരി ആരംഭിച്ചു. കടുവകളെ കണ്ടെത്തുന്നത് പഗ്മാർക്ക് നോക്കിയും അലാം കാൾ നോക്കിയുമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതുതന്നെയാണ് പ്രധാന പരിപാടി. രാത്രിയിലുണ്ടായ മൂവ്മെൻറ്റ് നമ്മൾ പഗ്മാർക്ക് നോക്കി കണ്ടെത്തണം. പ്രധാനമായും വഴികൾ പിരിയുന്ന സ്ഥലത്താണ് നോക്കി ഏത് ഭാഗത്തേക്കാണ് നീങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നത്. മെയിലാണോ ഫീമെയിലാണോ കൂടെ കപ്സ് ഉണ്ടോ എന്നൊക്കെ അതിൽ നിന്നും അറിയാൻ കഴിയും. നിലവിൽ 3 ഫീമെയിലാണ് സോണിലുള്ളത്. ആ 3 പേർക്കും നിലവിൽ കപ്സ് ഉണ്ട്. അതിനാൽ കാണാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു സാഹചര്യം, നമ്മളെപ്പോലെ സഫാരി ചെയ്യുന്ന മറ്റു വാഹനങ്ങൾക്ക് സൈറ്റിംഗ് കിട്ടുകയും അതുവഴി നമ്മൾക്ക് കാണാൻ അവസരം ഉണ്ടാകുന്നതുമാണ്. നിരവധി ജീപ്പുകളാണ് ഓരോ ഗേറ്റിൽ നിന്നും പുറപ്പെടുന്നത്. വണ്ടിയിൽ വരുന്ന ഗൈഡിൻ്റെയും ഡ്രൈവറിൻ്റെയും മുൻപരിചയം മറ്റൊരു നിർണായക ഘടകമാണ്. നമ്മുടെ ടീം അത്തരത്തിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയതിനാൽ കടുവകളെ കാണും എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിനിടയിലാണ് ചോട്ടി മധു എന്ന പെൺകടുവയുടെ മൂവ്മെൻറ്റ് അറിയുന്നതും അതുള്ള ലൊക്കേഷൻ മനസ്സിലാകുന്നതും. പിന്നെ നേരെ അങ്ങോട്ടേക്കുള്ള പോക്കാണ്. പൊടി പാറുന്ന യാത്ര എന്നൊക്കെ പറയില്ലേ, അതുതന്നെ സംഭവം. ഇവിടെ സൈറ്റിംഗ് ഉണ്ട് എന്നറിഞ്ഞാൽ പിന്നെ പൊടി പാറുന്ന പോക്കാണ്. ഒരു വാട്ടർ ബോഡിയുടെ അടുത്താണ് അമ്മയും മക്കളും ഉള്ളത്. ഞങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ജീപ്പുകൾ നിരനിരയായി കിടപ്പുണ്ടായിരുന്നു. ഒരു സൈഡിലേക്ക് ഞങ്ങൾ വണ്ടി നിർത്തി കാത്തിരുന്നു. അല്പം ദൂരെയാണ് കടുവകൾ. രാവിലത്തെ സമയമായതിനാൽ വെളിച്ചക്കുറവുമുണ്ട്. കൂടാതെ ഉയർന്നു നിൽക്കുന്ന പുല്ലുകളും മറ്റും തടസ്സങ്ങളും വേറെ. അങ്ങനെ നമ്മുടെ ആദ്യ സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നു. ചോട്ടി മധുവും 3 കുട്ടികളും. വെള്ളം കുടിക്കാനായി ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നതാണ് നമുക്ക് കിട്ടുന്ന കാഴ്ച. ക്യാമറയിൽ അത്ര ഭംഗിയായി കിട്ടിയില്ലെങ്കിലും നേരിട്ടുള്ള കാഴ്ച വളരെ മനോഹരമായിരുന്നു. കിട്ടുന്ന ഗ്യാപ്പിൽ ചിത്രങ്ങളും വീഡിയോയും എടുക്കുന്ന തിരക്കിലാണ് കൂടെയുള്ള എല്ലാവരും. പക്ഷേ വെളിച്ചം ഒരു വില്ലനായി എല്ലാവരുടെയും മുമ്പ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. T127 എന്നറിയപ്പെടുന്ന ചോട്ടി മധു ആണ് നിലവിലെ ബഫർ സോണിലെ ക്യൂൻ എന്ന് പറയാവുന്നത്. 2016 ജനിച്ച ചോട്ടി മധുവിന് ഇപ്പോൾ പ്രായം 9 വയസ്സാണ്. കലി എന്ന ആൺകടുവയുടെയും മാധുരി എന്ന പെൺകടുവയുടെയും പുത്രിയായാണ് ഈ ക്യൂൻ ജനിച്ചത്. നിലവിൽ 13 മാസം പ്രായമുള്ള 3 കപ്സാണ് ചോട്ടി മധുവിനുള്ളത്. ബഫർ സോണിലെ രാജാവ് എന്നറിയപ്പെടുന്ന ശംഭുവാണ് നിലവിലെ മേറ്റിംഗ് പാർട്ട്ണർ. ശംഭുവിനെ കുറിച്ച് കഴിഞ്ഞ തവണ വന്ന യാത്രയിൽ ഡീറ്റെയിൽ ആയി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ചോട്ടി മധു ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിഞ്ഞിരുന്നത്. 1 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ കുട്ടികളും അമ്മയും ഏറെക്കുറെ ഒരേ സൈസായിട്ട് മാറും. അതിനാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ അമ്മ ഏതാണ് കുട്ടി ഏതാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. 2 വയസ്സ് വരെയാണ് കുട്ടികൾ അമ്മയുടെ കൂടെ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ ടെറിട്ടറി ഉണ്ടാക്കി ജീവിക്കും. പെൺകടുവകൾ കൂടുതലും അമ്മയുടെ ടെറിട്ടറിയോട് ചേർന്നാണ് പലപ്പോഴും പുതിയ ടെറിട്ടറി ഉണ്ടാക്കുന്നത്. പക്ഷേ ആൺകടുവകൾ പുതിയ ഇടം തേടി പോകും. 3 വയസ്സാകുന്നതോടെ പെൺകടുവകൾക്കും 4 വയസ്സോടെ ആൺകടുവകളും പ്രായപൂർത്തിയായി മാറും. എന്നിരുന്നാലും ആൺകടുവകൾ പെട്ടെന്നൊന്നും മേറ്റിങ്ങിലേക്ക് കടക്കില്ല. അതിനു മുമ്പ് സ്വന്തമായി ടെറിട്ടറി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ആൺകടുവയുടെ ടെറിട്ടറി സ്വന്തമാക്കുകയോ ചെയ്യും. അതിനുശേഷമേ ഇത്തരം കാര്യങ്ങളിലേക്ക് ആൺകടുവകൾ നീങ്ങൂ. ചോട്ടി മധുവിൻ്റെയും പിള്ളേരുടെയും ഇടയ്ക്കിടയ്ക്കുള്ള കാഴ്ചകൾ കണ്ട് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. ടൈഗർ സഫാരിയിൽ വേണ്ട മറ്റൊരു കാര്യം ക്ഷമയാണ്. ചിലപ്പോൾ മണിക്കൂറുകൾ ഒരേ സ്ഥലത്ത് കാത്തിരിക്കേണ്ടി വരും. ഇവിടുത്തെ കാത്തിരിപ്പ് അവർ അവിടം വിട്ട് പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ്.
മുൻപ് ഇതുപോലെ കാത്തിരുന്നു ഒടുവിൽ ഞങ്ങൾ പോയപ്പോൾ പുറത്തേക്ക് വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കുറച്ച് സമയം കൂടി അവിടെ കാത്തിരുന്നു. മാറ്റമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പയ്യെ അവിടെ നിന്ന് സോണിലെ മറ്റു കടകളുടെ ടെറിട്ടറിയിലേക്കാണ് ഇനിയുള്ള യാത്ര. ആ യാത്രയിലാണ് റോഡരികിൽ വൈൽഡ് കൂട്ടത്തെ കാണുന്നത്. കാട്ടി അഥവാ വൈൽഡ് അഥവാ കാട്ടുപശു എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. വൈൽഡ് ശേഷം കണ്ട മറ്റൊരു കാഴ്ച ഈ ആൺമയിലിനെയാണ്. പീലി നിറഞ്ഞ ആൺമയിൽ. നാട്ടിലും വീട്ടുപരിസരത്തുമെല്ലാം ഇഷ്ടം പോലുള്ളത് കൊണ്ട് അധിക നേരം അവിടെ ചെലവഴിച്ചില്ല. വീണ്ടും കടുവയെ തേടി യാത്ര ആരംഭിച്ചു. ചുവന്ന മണ്ണുവഴിയിലൂടെ സകല പൊടിയും അകത്താക്കി തലങ്ങും വിലങ്ങും ഓടുകയാണ്. നമ്മൾ പോകുന്ന വഴിയുടെ ഒരു ഭാഗം കോർ സോണാണ്. അതിനാൽ അവിടെയുള്ള കടുവകൾ ഇപ്പുറത്തേക്കും അതുപോലെ ഇവിടെ നിന്ന് അപ്പുറത്തേക്കും പോകാറുണ്ട്. അപ്പുറത്തേക്ക് പോയാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം സോൺ വേറെയായതിനാൽ പ്രവേശനമില്ല എന്നുള്ളതാണ് കാരണം. അതിനിടയിൽ നമ്മൾ സഫാരി ആരംഭിച്ച ഭാഗത്ത് മൂവ്മെൻ്റ് ഉണ്ട് എന്നറിയുന്നത്. ഇനി നേരെ അങ്ങോട്ടേക്കാണ്. ആ പോക്കിലാണ് അപ്രതീക്ഷിതമായി ഈ കാഴ്ച സംഭവിക്കുന്നത്. T163 എന്നറിയപ്പെടുന്ന കോളർ വാലി എന്ന പെൺകടുവയാണിത്. കോർസോണിൽ നിന്നും ബഫറിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിലവിൽ 3 കുട്ടികളാണ് കോളർ വാലിക്കുള്ളത്. 4 പേരുണ്ടായിരുന്നെങ്കിലും ഒരെണ്ണം വൈൽഡ് ഡോഗ്സിന്റെ ആക്രമണത്തിൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടു. ഇപ്പോൾ കുട്ടികളെ കോറിലാക്കിയാണ് ഈ വരവെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളിക്കാരി പോയ വഴിയിലും പോകാൻ സാധ്യതയുള്ള വഴികളിലുമായാണ് നമ്മുടെ അന്വേഷണം. അതോ ഇനി പുല്ലിനുള്ളിൽ തന്നെ കിടന്നോ എന്നും അറിയാൻ കഴിയില്ല. എന്തായാലും സാധ്യത ഉള്ളതെല്ലാം നോക്കിയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പോയ വഴിയിലൂടെ മടങ്ങി വരാനുള്ള സാധ്യത പരിഗണിച്ച് അവിടെ തന്നെ വീണ്ടും കാത്തിരുന്നു. അന്നേരമാണ് ജീപ്പുകൾക്കിടയിലൂടെ സൈക്കിളിൽ ഒരാൾ പോകുന്നത്. കാടിനുള്ളിലെ ഗ്രാമത്തിലെ ആളുകളാണ് അവർ. പലപ്പോഴായി ഇത്തരം കാഴ്ചകൾ നമുക്ക് സഫാരിക്കിടയിൽ കാണാൻ കഴിയും. കാൽനടയായും ബൈക്കിലും സൈക്കിളിലുമെല്ലാം ഗ്രാമവാസികൾ സഞ്ചരിക്കുന്നത് തടബോയിലെ സ്ഥിരം കാഴ്ചയാണ്. ആ കാഴ്ചയോടെയാണ് ആദ്യ സഫാരി അവസാനിക്കുന്നത്. നമ്മൾ രാവിലത്തെ സഫാരി കഴിഞ്ഞു. നമ്മൾ ചോട്ടിമതും കപ്സും പിന്നെ കോളർ വാലിയുടെ ഒരു പാസിങ്ങാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ അത് രണ്ടും അത്ര ഒരു വലിയൊരു ഹാപ്പി മൂമെൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. കോളർ വാലി ജസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ക്രോസ് ചെയ്ത് പോയത്. പിന്നെ ചോട്ടിമത് രാവിലെ കുറച്ച് ലോങ് ഇതിലായിരുന്നു വ്യൂ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത്ര വൃത്തിക്കുള്ള പടങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. വീഡിയോസ് കുഴപ്പമില്ലാത്ത വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇനി നമ്മളെ രണ്ടാമത്തെ സഫാരി ഫസ്റ്റ് ഡേയിലെ അഗ്രസാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോണിലേക്കാണ്, ബഫറിലെ സോണിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല വെയിലാണ്. 2 മണിക്ക് നമ്മളിപ്പോൾ ഇറങ്ങും. 2:30ക്കാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇനി എന്തൊക്കെയാണ് കാണുന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഉച്ചയ്ക്കുള്ള സഫാരി 2:30 മണിക്കാണ് ആരംഭിക്കുന്നത്. 2 മണിയായപ്പോഴേക്കും ഭക്ഷണമെല്ലാം കഴിച്ച് വണ്ടിക്കായി കാത്തിരുന്നു. കൃത്യസമയത്ത് ജീപ്പ് വന്നു. നേരെ പോകുന്നത് അഗ്രസാരി സോണിലേക്കാണ്. ബഫർ സോണിലെ മറ്റൊരു ഗേറ്റാണ് അഗ്രസാരി. ജുനോന, അഗ്രസാരി, ദേവാഡ എന്നിങ്ങനെ 3 ഗേറ്റുകളാണുള്ളത്. ഇതിൽ ആദ്യത്തെ സഫാരി നടന്നത് ജുനോന ഗേറ്റിലായിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് അഗ്രസാരി ഗേറ്റിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ശംഭു എന്ന ഡോമിനൻ്റ് മെയിലിൻ്റെ ടെറിട്ടറി കൂടിയാണ് അഗ്രസാരി. കഴിഞ്ഞ തവണ ശംഭുവിനെ കണ്ടതും ഇവിടെ വെച്ചാണ്. ഉച്ചസമയമായതിനാൽ നല്ലതുപോലെ ചൂടുണ്ട്. അഗ്രസാരി ഗേറ്റും ദേവാഡ ഗേറ്റും പരസ്പരം എതിർവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൃത്യം 2:30 ആയപ്പോൾ തന്നെ ഗൈഡ് വന്നു. സഫാരി ആരംഭിച്ചു. വരണ്ടുണങ്ങിയ വനത്തിലൂടെയുള്ള യാത്ര, ചൂട് കാറ്റ്, പൊടി, പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് സഫാരി നടത്തിയതിൻ്റെ ക്ഷീണം. മൊത്തത്തിലൊരു ഉറക്കത്തിലുള്ള മൂടാണ്. എന്തെങ്കിലും കണ്ടാൽ വിളിച്ചേക്കണേ എന്ന് പറഞ്ഞ് കൂട്ടത്തിലൊരുവൻ പയ്യെ ഉറങ്ങാൻ പോയി. പതിവ് പോലെ പഗ്മാർക്ക് തേടി തന്നെയാണ് യാത്ര ആരംഭിക്കുന്നത്. ആദ്യം പോയത് വൈമാർക്ക് മെയിലിൻ്റെ ടെറിട്ടറിയിലേക്കാണ്. തടോബയുടെ ക്യൂൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മായ എന്ന പെൺകടുവയുടെ പുത്രനാണ് വൈമാർക്ക് എന്ന ആൺകടുവ. ഉച്ചസമയമായതിനാൽ പൊതുവെ വിശ്രമത്തിലായിരിക്കും കടുവകളെല്ലാം. കാരണം യാത്രയിൽ ഉച്ചസമയങ്ങളിൽ കണ്ടവരെല്ലാം വിശ്രമിക്കുന്ന അവസരത്തിലായിരുന്നു മിക്കതും ഉണ്ടായിരുന്നത്. മരങ്ങൾക്ക് കീഴിലോ കുഴികളിലോ പുല്ലുകൾക്കോ ഇടയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസം പിടിച്ച കാര്യമാണ്. വൈമാർക്ക് മെയിലിൻ്റെ വാട്ടർ ബോഡിക്ക് അടുത്താണ് നമ്മൾ ആദ്യം പോയത്. പക്ഷെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് മറ്റു കെട്ടിടങ്ങളിലേക്ക് യാത്ര ചെയ്തു. വെയിലൊന്നും താഴാതെ മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് ഈ കറക്കമെല്ലാം. വാട്ടർ ബോഡി ഏരിയകളിലാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നോട്ടത്തിലാണ് കാട്ടി അഥവാ വൈൽഡ് എന്ന് വിളിക്കുന്ന കാട്ടുപശുവിനെ കാണുന്നത്. ഒരു കൂട്ടത്തോടെ ഒരു തടാകത്തിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് കടുവയെ തേടിപ്പോയ ഞങ്ങൾക്ക് മുന്നിൽ കണ്ടത്. എങ്കിൽ കടുവയ്ക്ക് പകരം കാട്ടിയാകട്ടെ ആദ്യ കാഴ്ച എന്ന് കരുതി അല്പനേരം അവിടെ ഇരുന്നു.
അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും പകർത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. മുൻപ് വന്നപ്പോഴും കാട്ടിയുടെ ഒരുപാട് വീഡിയോകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും വീണ്ടും കാണുമ്പോൾ എടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് കാട്ടി. വലിയ തലയും കനത്ത മാംസപേശികളും ഇവയ്ക്കുണ്ട്. ആൺവർഗം കറുത്തതും പെൺവർഗവും കുഞ്ഞുങ്ങളും കാപ്പി നിറത്തോട് കൂടിയതുമാണ് ഉണ്ടായിരിക്കുക. 1300 കിലോ വരെ തൂക്കം 2 മീറ്റർ ഉയരവുമാണ് ഇവയ്ക്കുണ്ടാവുക. ഇതിൻ്റെ എണ്ണത്തിൽ വളരെയധികം കുറവ് വന്നതുകൊണ്ട് IUCN പുറത്തിറക്കിയിട്ടുള്ള റെഡ് ലിസ്റ്റിൽ 1986 മുതൽ ഈ വർഗം ഉൾപ്പെടുന്നുണ്ട്. ഈ വർഗത്തിൻ്റെ 3 തലമുറകളിലായി 70% എണ്ണത്തിൽ കുറവ് വന്നതായി കണക്കാക്കുന്നു. നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗമായ മിഥുൻ ഇതേ ജീവി കുടുംബത്തിൽപ്പെട്ട മൃഗമാണ്. ഉപദ്രവിച്ചാലല്ലാതെ ഇവ ആക്രമിക്കാറില്ല. സൗത്ത് ഇന്ത്യയിൽ പലയിടത്തും ഇവ മനുഷ്യരെ വളരെ അടുത്ത് വരെ എത്താൻ അനുവദിക്കാറുണ്ട്. വാൽപ്പാറയെല്ലാം അതിന് വലിയൊരു ഉദാഹരണമാണ്. വളരെ തീവ്രമായ ഗന്ധം മനസ്സിലാക്കാനുള്ള കഴിവ് കാട്ടികൾക്കുണ്ട്. പശ്ചിമഘട്ട മലനിരകൾ വളരെ സുലഭമായി കാണാൻ കഴിയുന്ന ഒരു ജീവി കൂടിയാണ് കാട്ടി. കാട്ടിയുടെ കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കടുവയെ തേടി യാത്ര ചെയ്യുമ്പോഴാണ് അല്പം ദൂരെ മറ്റൊരു കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. ആ കൊടും ചൂടിൽ പൊടി മാറിയ യാത്രയായിരുന്നു പിന്നീട്. പക്ഷെ നമ്മൾ ഓടിപ്പിടിച്ച് അവിടെ എത്തിയപ്പോഴേക്കും കടുവ അവിടെ നിന്നും മാറിപ്പോയിരുന്നു. പരിസരത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. സുന്ദരി എന്ന പെൺകടുവയാണ് കക്ഷി. അല്പനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ മുളങ്കാടുകൾക്കിടയിലൂടെ അവൾ മുന്നോട്ട് നീങ്ങി. കൃത്യമായി നമ്മുടെ മുന്നിലേക്ക് വന്നില്ലെങ്കിലും പൂർണ്ണമായും അവളുടെ കാഴ്ച കാണാൻ നമുക്ക് സാധിച്ചിരുന്നു. മുന്നോട്ടുള്ള വരവ് കൂടുതൽ മനോഹരമായ കാഴ്ച സമ്മാനിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ അല്പനേരത്തെ നടത്തത്തിന് ശേഷം മുളങ്കാട്ടിൽ വീണ്ടും വിശ്രമിക്കാൻ കിടന്നു. അങ്ങു ദൂരെ ഉയർന്നു താഴുന്ന കടുവയുടെ വയറ് മാത്രമാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. മുൻപ് പറഞ്ഞ പോലെ ഉച്ചസമയമായതിനാൽ കൂടുതൽ സമയം വിശ്രമത്തിലായിരിക്കും. അതിനാൽ അവിടെ വീണ്ടും കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ നിന്നും മടങ്ങി. വീണ്ടും കാഴ്ചകൾ തേടി അലയാൻ തുടങ്ങി. അപ്പോഴേക്കും ഉച്ചവെയിലിൻ്റെ കാഠിന്യം ഒന്ന് കുറഞ്ഞിരുന്നു. അതിനാൽ കാഴ്ചകൾ കാണാനുള്ള പ്രതീക്ഷയും വർദ്ധിച്ചിരുന്നു. ആ ഒരു ഓട്ടത്തിലാണ് വളരെ അപ്രതീക്ഷിതമായി മറ്റൊരാൾ മുന്നിലേക്ക് വരുന്നത്. പുള്ളിപ്പുലി. സഫാരി വാഹനങ്ങളുടെ പാതയിലൂടെയാണ് പുള്ളിപ്പുലിയുടെ യാത്ര. പൊതുവെ വാഹനങ്ങളും മറ്റും അനക്കവും കാണുമ്പോൾ ഓടി മാറാറാണ് പതിവ്. പക്ഷേ ഇവിടെ പതിവ് തെറ്റി. ഞങ്ങൾക്ക് മുന്നിൽ ഒരു വഴികാട്ടി എന്ന പോലെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ആ പെൺപുലി. ഞങ്ങളും അവൾക്ക് പിന്നാലെ അവളുടെ കാലടികൾ നോക്കി സഞ്ചരിച്ചു. ചില സമയത്ത് അവൾ നടത്താൻ നിർത്തി ഞങ്ങളെ നോക്കാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കണോ ഫോട്ടോ എടുക്കണോ എന്ന സംശയത്തിലായിരുന്നു ഞാൻ. കാരണം നിങ്ങളെ കാണിക്കാൻ വീഡിയോ ആവശ്യമാണ്. പക്ഷെ അതുപോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ചിത്രങ്ങളും. രണ്ടും മാറി മാറി എടുക്കുന്ന നിമിഷങ്ങളാണ് പിന്നീട് അങ്ങോട്ടുണ്ടായത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാകണം അധിക സമയം ഞങ്ങൾക്ക് മുന്നിലൂടെ ആ നടത്തം തുടർന്നുകൊണ്ടിരുന്നു. പുള്ളിപ്പുലികൾ പൊതുവെ ഏത് സാഹചര്യവുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിയും. മഴക്കാടുകളായാലും മരുഭൂമിയായാലും കുന്നുകളാണെങ്കിലും ഇനി മനുഷ്യവാസമുള്ള സ്ഥലങ്ങളാണെങ്കിലും എവിടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് പുള്ളിപ്പുലികൾ. പുള്ളിപ്പുലികളുടെ മറ്റൊരു പ്രത്യേകത നീന്താനുള്ള കഴിവും മരങ്ങളിൽ കയറാനും ഇറങ്ങാനുള്ള കഴിവും വേഗത്തിൽ ഓടാനുള്ള കഴിവുമാണ്. കൂടാതെ ഒറ്റയടിക്ക് 20 അടി മുന്നോട്ട് ചാടാനും അതുപോലെ 10 അടി മുകളിലേക്ക് ചാടാനും പുലികൾക്ക് കഴിയും. കൂടാതെ സ്വന്തം ഭാരത്തിൻ്റെ ഇരട്ടി ഭാരം കൊണ്ടുപോകാനും പുലികൾക്ക് സാധിക്കുന്നുണ്ട്. 12 മുതൽ 15 വയസ്സ് വരെയാണ് ആയുസ് പറയുന്നത്. കൂടാതെ ഒരാഴ്ച വെള്ളം കുടിക്കാതെ ജീവിക്കാനും പുലികൾക്ക് കഴിയും. പുള്ളിപ്പുലികൾക്ക് സ്ഥിരമായി ഒരു ബ്രീഡിംഗ് സീസൺ ഒന്നുമില്ല. വർഷം മുഴുവൻ ഏത് സമയത്തും മേറ്റിങ്ങിൽ ഏർപ്പെടാം. സാധാരണയായി 5 മുതൽ 7 ദിവസം വരെയാണ് മേറ്റിംഗ് പാർട്ട്നേഴ്സ് ഒരുമിച്ചുണ്ടായിരിക്കുക. 90 മുതൽ 105 ദിവസം വരെയാണ് ഗർഭകാലം. സാധാരണ 2 മുതൽ 3 കുട്ടികൾ വരെയാണ് ഉണ്ടാകുക. ചിലപ്പോൾ അത് 1 മുതൽ 6 വരെയും ആകാം. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കണ്ണ് കാണില്ല. കൂടാതെ 500 ഗ്രാം തൂക്കമായിരിക്കും ഉണ്ടാകുക. പിന്നീട് 10 ദിവസങ്ങൾക്ക് ശേഷം കണ്ണു തുറക്കും. 3 ആഴ്ചകൾക്ക് ശേഷം നടക്കാൻ ആരംഭിക്കും. മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ സ്ഥിരമായി താമസ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും അമ്മപ്പുലി. 12 മുതൽ 18 മാസം വരെയാണ് കുഞ്ഞുങ്ങൾ അമ്മയുടെ കൂടെ ഉണ്ടാകുക. ഈ സമയത്ത് സ്വതന്ത്രനായി ജീവിക്കാനുള്ള പാഠങ്ങൾ അമ്മയിൽ നിന്നും പഠിക്കും. സാധാരണ 30% മുതൽ 50% വരെ കുഞ്ഞുങ്ങൾ മാത്രമാണ് സർവൈവ് ചെയ്യാറ് എന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ പുള്ളിപ്പുലിയുടെ ഷോയ്ക്ക് ശേഷം അവൾ പാതയിൽ നിന്നും ഗതിമാറി സഞ്ചരിച്ച് അകത്തേക്ക് കയറി. എന്തായാലും കടുവയെ വ്യക്തമായി കണ്ടില്ലെങ്കിലും പുലിയുടെ വളരെ മനോഹരമായ കാഴ്ചയാണ് ആ ഒരു സഫാരി സമ്മാനിച്ചത്. പുലിയെ മുൻപ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും സമയം നമുക്ക് മുന്നിൽ കിട്ടുന്നത് ആദ്യമാണ്. അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് അന്നേ ദിവസം സഫാരി അവസാനിക്കാൻ പോകുന്നത്. എങ്കിൽ പോകുന്നതിന് മുന്ന് വൈമാർക്ക് മെയിലിനെ ഒന്നുകൂടി തിരയാം എന്ന് കരുതി വീണ്ടും പഴയ സ്ഥലത്തേക്ക് പോയി. അപ്പോഴാണ് തടാകത്തിനക്കരെ കടുവയുടെ സാന്നിധ്യം കാണുന്നത്. വൈമാർക്ക് മെയിൽ അഥവാ സഞ്ജു എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആണക്കടുവ ജനിക്കുന്നത് 2019 അതായത് 6 വയസ്സ് പ്രായം മാത്രം. അച്ഛൻ തല, അമ്മ മായ. അഗ്രസാരിയിലും മാംലയിലുമാണ് പുള്ളിയുടെ ടെറിറ്ററി എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും കൃത്യമായി കാണാത്തത്ര ദൂരത്താണ് പുള്ളിക്കാരൻ.
തടാകം നീന്തിക്കടന്ന് ഇക്കരയിലേക്ക് വരാനുള്ള ശ്രമമാണെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു. വളരെ ദൂരെയായതിനാൽ ക്യാമറയിൽ അത്ര കൃത്യമായി ആ മേൽക്കടുവയുടെ ദൃശ്യം പതിഞ്ഞില്ല. എങ്കിലും വളരെ വ്യക്തമായിരുന്നു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ വെള്ളത്തിൽ നിന്നും കയറി. പിന്നെ അവനെ തേടി വീണ്ടും സഞ്ചരിച്ചു. പക്ഷെ നമുക്ക് പിടിതരാതെയായിരുന്നു അവൻ്റെ യാത്ര. ഒടുവിൽ പെട്ടെന്നുള്ള ഒരു ക്രോസിംഗ് സമ്മാനിച്ച് അവൻ വീണ്ടും അകത്തേക്ക് പോയി. അതോടെ ആദ്യ ദിവസത്തെ രണ്ടാമത്തെ സഫാരിക്കും അവസാനം കുറിച്ചു. അങ്ങനെ 6 കടുവകളും ഒരു പുള്ളിപ്പുലിയും അടങ്ങുന്ന ആദ്യ ദിനം. കടുവ വ്യക്തമായി കണ്ടില്ലെങ്കിലും നല്ല പടം കിട്ടിയില്ലെങ്കിലും പുള്ളിപ്പുലി ആ ദിവസത്തെ താരമായി മാറി. അങ്ങനെ ഗംഭീരമായൊരു തുടക്കമായിരുന്നു ഒന്നാം ദിനം. ഇനി രണ്ടാം ദിവസം ശംഭുവും W മാർക്ക് ഫീമെയിലും 3 കപ്സും ഉൾപ്പെടുന്ന മനോഹര കാഴ്ച. കാത്തിരിക്കുക. काढता नाहीत पण इकडे आमच्या नाही दिसताय ना तुझ्या